നമസ്കാരം. ഇന്ന് ഒരു കുടുംബത്തിലെ 3 പേർ, ഭാര്യ, ഭർത്താവ്, മകൾ, ഇവരുടെ 3 പേരുടെയും ഗ്രഹനിലയിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഇത് 44 വയസ്സായ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് ഇടവത്തിൽ. ലഗ്നാധിപൻ ശുക്രൻ അവിടെയുണ്ട്. കുജനും ഗുരുവും മന്ദനം ചിങ്ങത്തിൽ. കുജൻ 4-ലാണെന്ന് തോന്നുമെങ്കിലും 3-ലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ചന്ദ്രൻ, രവി, ബുധൻ മീനത്തിൽ. ചന്ദ്രനും ബുധനും 10-ലേക്ക് മാറിക്കഴിഞ്ഞു. ഇതാണ് പുരുഷൻ്റെ ഗ്രഹനില. സ്ത്രീയുടേത് ലഗ്നം വന്നിരിക്കുന്നത് കന്നിയിൽ. ലഗ്നരാശിയിൽ തന്നെ കുജനും മന്ദനും 1-ാം ഭാവത്തിൽ, ചന്ദ്രൻ 9-ൽ, ശുക്രൻ 10-ൽ, രവി ബുധൻ 11-ൽ, ഗുരു 12-ൽ. മകളുടെ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കുന്നത് ധനുവിൽ. 5-ൽ ചന്ദ്രൻ, ശനി 7-ൽ, ശുക്രൻ 8-ൽ, രവി ബുധൻ കുജൻ ചിങ്ങത്തിൽ. ബുധൻ 8-ലോട്ട് മാറി. ഗുരു കന്നിയിൽ നിന്നുകൊണ്ട് ഭാവാൽ 9-ലേക്ക് മാറി. ഇതാണ് ഒരു കാലാവസ്ഥ. ഈ ഗ്രഹനിലകൾക്ക് പൊതുവെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയത് 3 പേരുടെ ലഗ്നത്തിനും ശനി ബന്ധമുണ്ട്. ശനി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഗ്രഹമൊന്നുമല്ല. ജീർണതയുടെയും മരണത്തിൻ്റെയും അലസതയുടെയും ഒക്കെ കാരകൻ എന്ന് പറയും. എങ്കിലും അത് മറ്റ് ചില സംഗതികളുമായി കൂട്ടിക്കുഴച്ചാൽ പറയുക. ശനി ഒരു ഫിലോസഫർ ഗ്രഹമാണ്. ഒരു ഗ്രഹം തന്നെ ഒരു കുടുംബത്തിലെ 3 പേരുടെയും ലഗ്നവുമായി ബന്ധപ്പെടുമ്പോൾ അതിലൊരു നല്ലൊരു കോമ്പിനേഷൻ വരും. നമുക്ക് ആദ്യമായിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഗ്രഹനിലകളിലെ കോമ്പിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. 2 പേർക്കും 44 വയസ്സ്. അവരുടെ വിദ്യാഭ്യാസം ഇനി നോക്കണ്ടല്ലോ. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കാം. ആദ്യം പുരുഷ ജാതകത്തിലെ 7-ലോട്ട് നമുക്കൊന്ന് ശ്രദ്ധ പായിക്കാം. 7-ാം ഭാവത്തിലേക്ക് ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? 7 ശൂന്യമാണല്ലോ. ആരെങ്കിലും ദൃഷ്ടി ചെയ്യുന്നുണ്ടോ? ലഗ്നാധിപൻ സ്വക്ഷേത്ര ബലവാനായി 7-ലേക്ക് ദൃഷ്ടി. ലഗ്നാധിപൻ 1-ാം ഭാവത്തിൽ നിന്ന് 7-ലേക്ക് ദൃഷ്ടി. ലഗ്നാധിപൻ ഏത് ഭാവവുമായി ബന്ധപ്പെടുന്നോ ആ ഭാവത്തിന് പുഷ്ടിമാണ്. ഒരു ഭാവപതി ആ ഭാവവുമായി ബന്ധപ്പെടുന്നോ ആ ഭാവത്തിന് പുഷ്ടിമാണ്. 2 പുഷ്ടിമാണ്. 7-ാം ഭാവപതി കുജൻ 3-ലോട്ട് മാറിയെങ്കിലും നിൽക്കുന്ന രാശിയിൽ നിന്നാണ് ദൃഷ്ടി. നിൽക്കുന്ന രാശിയിൽ നിന്ന് 7-ലേക്ക് ആ ഭാവാധിപൻ എൻ്റെ ദൃഷ്ടി. പാപൻ്റെ ദൃഷ്ടിയൊന്നും പറഞ്ഞു കളയരുത്. 7-ാം ഭാവാധിപനാണ്. നിങ്ങൾ പറയും അഗ്നിമാരുത യോഗം പ്രധാനം. കുജനും ഗുരുവും ശനിയും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്. ശബ്ദത്തിൻ്റെ, തീയുടെ, കാറ്റിൻ്റെ. ഗുരു ശബ്ദത്തിൻ്റെ, പഞ്ചഭൂതങ്ങളിൽ ശബ്ദത്തിൻ്റെ. കുജൻ തീയുടെ, അഗ്നിയുടെ. ശനി വായുവിൻ്റെ. ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് ലോകത്തിനും ഇത്തരം അനിഷ്ടതകൾ ചില സമയം കൊറോണയൊക്കെ പടർന്നു പിടിക്കുന്ന കാലം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചോ പരസ്പരം കേന്ദ്രങ്ങളിലോ നിൽക്കുമ്പോൾ ആണ് ലോകത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്നുള്ള ജ്യോതിഷപരമായ സൂചനകൾ കിട്ടുക. ഭാവാൽ കുജൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയാം. ജാതകത്തിൽ നിന്ന് കിട്ടുന്ന സൂചനകൾക്കനുസരിച്ച് മാത്രം ഒരു ജീവിതവും മുന്നോട്ട് പോകില്ല.
സ്പേസ്, സാഹചര്യം, ആക്ഷൻ, കർമ്മം ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ കർമ്മം, നമ്മുടെ ഗ്രഹനില നമുക്ക് സ്വാഭാവികമായി നമുക്ക് കിട്ടുന്നതാണ്. ഇഷ്ടപ്പെട്ട ഗ്രഹനില തിരഞ്ഞെടുത്ത് ജനിക്കാൻ നമുക്കാവില്ല. നമ്മുടെ സാഹചര്യങ്ങളും നമുക്കിഷ്ടപ്പെട്ട ഇടങ്ങളിൽ ചെന്ന് ജനിക്കാനാവില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുക നമ്മുടെ കർമ്മമണ്ഡലം, നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളുമാണ് ജീവിതങ്ങളെ മാറ്റിമറിക്കേണ്ടത്. പക്ഷേ സ്ത്രീ ജാതകത്തിൽ, അതാണ് ചില ജാതകങ്ങൾ നോക്കുമ്പോൾ ജ്യോതിഷ നിയമങ്ങൾക്കും അപ്പുറം ചില സംഗതികൾ കാണാൻ കഴിയും. ഇവിടെ സ്ത്രീ ജാതകം നോക്കുമ്പോൾ 8ാം ഭാവപതി കുജൻ, 6ാം ഭാവപതി ശനി യോഗം ചെയ്ത് അഗ്നിമാരുത യോഗം പ്രദാനം ചെയ്തുകൊണ്ട് 7ലേക്ക് ദൃഷ്ടി, 7ാം ഭാവാധിപൻ 12-ൽ കുഴഞ്ഞു മറിയും. നമുക്ക് ആശങ്ക തോന്നും, ഒരു ജ്യോതിഷന് ആശങ്ക തോന്നും. പക്ഷേ അത് ഈ ശുഭകരമായ ഈ ഗ്രഹനിലയുമായി യോജിച്ച് വന്നപ്പോൾ സേഫായി അവർ പതിറ്റാണ്ടുകളോളം ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ 10 കർമ്മമാണല്ലോ ഒരു വ്യക്തിയുടേത് നോക്കേണ്ടത്. ഇദ്ദേഹം ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ്. നോക്കൂ, ലഗ്നാധിപനായ ശുക്രന്റെ കാരകത്വങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ, സൗന്ദര്യത്തിൻ്റെ, സമ്പത്തിൻ്റെയൊക്കെ, അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ, സമ്പത്തിൻ്റെ കാരകൻ ഗുരുവാണ്, ഇതിൻ്റെ എല്ലാം കാരകത്വം വഹിക്കുന്ന ശുക്രൻ ലഗ്നാധിപനാകുകയും അതീവ ബലവാനോടെ 1ാം ഭാവത്തിൽ ലഗ്നത്തിന് ബലം കൊടുത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ 10ലേക്ക് 5 ഗ്രഹങ്ങളുടെ ബന്ധം, 10ാം ഭാവപതി ശനി അടക്കം ഈ 3 ഗ്രഹങ്ങൾ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 11-ൽ നിൽക്കുന്ന ചന്ദ്രനും ബുധനും, മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ബുധനും ഭാവാൽ 10ലോട്ട് വന്നും കഴിഞ്ഞു. 11ലെ സൂര്യൻ സർവദോഷ പരിഹാരം എന്നാ പറയുക. 11 ഏറ്റവും നല്ല സ്ഥാനമാണ് സൂര്യന്. സൂര്യൻ 11-ലുണ്ട്, ഉച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്ത്രീ ജാതകത്തിൽ 10ലേക്ക് നോക്കിയപ്പോൾ 9ാം ഭാവപതി 10ലുണ്ട് എന്ന് മാത്രവുമല്ല, 10ലേക്ക് ലഗ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി 10ലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനിക്ക് 10ലേക്ക് ദൃഷ്ടിയുണ്ട്. ആ 10 സമ്പുഷ്ടമാണ്. അവർ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം പണിയെടുത്ത് ജീവിക്കണമായിരിക്കണമല്ലോ. 3 പേരുടെയും ഗ്രഹനിലയിൽ ചന്ദ്രൻ ഒരു കറുത്ത പക്ഷത്താണ്. ഇതിപ്പം രവിയും ചന്ദ്രൻ ഞാൻ നോക്കിയില്ല, ചാർട്ട് നോക്കിയില്ല. രവിയും ചന്ദ്രനും ഒരുമിച്ച് ഇത് നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കറുത്തവാവോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറോ ഇപ്പുറോ ദിവസമായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ കറുത്ത പക്ഷം തന്നെ, ഇവിടെ നോക്കുകയാണെങ്കിലും കറുത്ത പക്ഷം തന്നെ. എന്നാലും അതിനൊരു പരിഹാരമായി ചന്ദ്രൻ 3 പേരുടെ ഗ്രഹനിലയിലും, ഒരാളിന് ഉച്ചനാണ്, ഒരാൾ ഉച്ചത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മകളുടെ ജാതകത്തിലും ഉച്ചത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. നമ്മുടെ ഈ ദമ്പതിമാരുടെ മകൾ 20 വയസ്സുകാരിയായ വിദ്യാർത്ഥി, അവളുടെ ജാതകത്തിലോട്ട് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മൾ ഒരു 20 വയസ്സുകാരിയുടെ ജാതകം നോക്കുമ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസവും തൊഴിലുമാണ് ആദ്യം നോക്കേണ്ടത്. വിദ്യാഭാവമായ 2ലേക്ക് നോക്കിയപ്പോൾ 2 ശൂന്യം. ഗ്രഹം ഇല്ല എന്ന് പറഞ്ഞൊരു ഭാവം ശൂന്യമാകില്ല. ആ ഭാവത്തിലേക്ക് ആരുടെയെങ്കിലും ദൃഷ്ടിയുണ്ടോ?
ശുക്രൻ എട്ടിൽ നിന്നുകൊണ്ടോ ശുക്രന്റെ ദൃഷ്ടി എട്ടിൽ നിൽക്കുന്ന ഏത് ഗ്രഹത്തിനും ദൃഷ്ടി വരിക രണ്ടിലേക്ക് തന്നെയാണ്. ശുക്രന്റെ ബന്ധമുണ്ട് എന്നുള്ളതിനുപരി ലഗ്നാധിപനായ ഗുരു നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി, രണ്ടിന് പുഷ്ടിമയുണ്ട്. വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം തന്നെ കിട്ടണമല്ലോ. ഇനി രണ്ടാം ഭാവപതി എവിടെ? രണ്ടാം ഭാവപതി ദിഗ്ബലത്തോടുകൂടി ഏഴിൽ നിൽക്കുന്ന ശനിക്ക് ദിഗ്ബലമുണ്ട്. ഇപ്പൊ ശനിക്ക് ബലമുണ്ട് എന്ന് മാത്രവുമല്ല, ശനിക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുമുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടണം. ഈ കുട്ടി കാനഡയിൽ നിന്ന് ഒരു കോഴ്സ് 2-3 വർഷത്തെ കോഴ്സ് പഠിച്ച് തീരാറായി എന്നാ പറയുക. എന്താ വിദേശത്ത് പഠിക്കാൻ കാരണം? ഒരു പക്ഷിഗ്രഹമാണ് ശനി, രണ്ടാം ഭാവപതി ശനി. ഏഴിൽ വിദേശയാത്രയെ സൂചിപ്പിക്കുന്ന ഏഴിൽ ലഗ്നബന്ധത്തോടുകൂടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വിദേശത്ത് ചെന്ന് പഠിക്കാൻ, അവിടെ വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കാനും ഈ കുട്ടിക്കാകും. അപ്പോൾ തൊഴിലാണ് ഇനി നോക്കേണ്ടത്. ഈ കാനഡയിലൊക്കെ ചെന്ന് പഠിക്കുന്ന നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടെ എല്ലാ ഈ അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ, അച്ഛനമ്മമാരുടെ ചെലവിന് ഭക്ഷണവും കഴിച്ച് അവരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാനഡയല്ല, മറ്റ് പല വിദേശ രാജ്യങ്ങളിലും താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അച്ഛനമ്മമാർക്കൊന്നുമേ സഹായം ചെയ്തു കൊടുക്കാനാവില്ല. ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കാതുള്ള കവിഞ്ഞ് അവർ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത് എന്നതിലുപരി അവരുടെ ചിലവിലേക്ക് വേണ്ടിയിട്ടുള്ള കാശ്, അവർ ഏത് കോഴ്സ്, ഉന്നതമായ കോഴ്സ് പഠിച്ചാലും അവർ വെളിയിൽ കൂലിപ്പണിക്ക് പോകണം. റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് അല്ലെങ്കിൽ മറ്റ് ഏത് പണിക്കും പോകാനുള്ള സമയവും സാഹചര്യവും ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുക്കി കൊടുക്കും. അവർ പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്ത് ആണ് അവർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുക. അത് മോശമായി ആ ചെയ്യുന്നവരും കരുതുന്നില്ല. ഇനി തൊഴിൽ ഭാഗമായ, അപ്പോൾ വിദ്യാഭ്യാസം ഇനിയും കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞു. പക്ഷേ തൊഴിൽ ഭാവമായ 10ലേക്ക് നോക്കിയപ്പോൾ ലഗ്നാധിപൻ അവിടെ ഉണ്ട് എന്ന് തോന്നുമെങ്കിലും 10ാം ഭാവത്തിലില്ല. അത് ഭാഗ്യസ്ഥാനായ 9ലേക്ക് മാറിക്കഴിഞ്ഞു. കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ 10ാം ഭാവപതിയും 7ാം ഭാവപതിയുമായ ബുധൻ നിപുണ യോഗം ചെയ്ത് 9ാം ഭാവപതിയുമായി നിപുണ യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലും 8ലോട്ട് മാറിക്കഴിഞ്ഞു. 8 പന്തിയായ സ്ഥാനമല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു കഠിനമായ പരിശ്രമം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന്, രക്ഷകർത്താക്കൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഒരു ഭാവപതി ദുസ്ഥാനത്തായി പോയാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ ഭാവം എന്ത് കാര്യം സൂചിപ്പിക്കുന്നു, ആ ഭാവത്തിന് നമ്മുടേതായ കർമ്മം കൂടെ ഉണ്ടാകണം. 20ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞാൽ, ഇത് ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു പോരാട്ട ഭൂമിയാണ്. അവിടെ അർജുനനെ പോലെ യുദ്ധക്കളത്തിൽ തളർന്നിരിക്കാതെ എതിരാളിയോട് നേരിടാൻ ഗാന്ധീവമെടുത്ത് ധരിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. കാരണം 17 വയസ്സ് കഴിഞ്ഞുള്ള 5, 6, 7 വർഷത്തെ പഠിത്തമാണ്, ഉപരിപഠനമാണ്. ഒരു ജീവിതത്തിൻ്റെ മരണം വരെ പ്രകാശമാനമാക്കേണ്ടത്. ഞാൻ പറയും, പലരും കല്യാണം ആനക്കാരിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഒന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല. നമ്മൾ എത്തപ്പെടേണ്ടതായ, നമുക്കിഷ്ടപ്പെട്ട, നമ്മൾ പഠിച്ചെടുത്ത മേഖലയിൽ ആ കർമ്മരംഗത്ത് സന്തോഷത്തോടെ പണിയെടുക്കാൻ കഴിയുമ്പോഴത്തേക്കാണ് ഒരു ജീവിതം ശോഭനമായി മാറുക. നമ്മൾ നോക്കൂ,
ഈ 40-50 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ജാതകങ്ങൾ അത് അസുഖങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ നോക്കാൻ കഴിയും. പ്രായം ഒരു വിലപ്പെട്ട സംഗതി തന്നെയാണ്. ആ നിർണായകമായ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസത്തിൽ പിഴച്ചു പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പള്ളിക്കൂടത്തിലും പോകുന്നുണ്ട്, അവർ ഉന്നതങ്ങളായ മേഖലകളിലേക്ക് അവരുടെ പ്രതിഭ കൊണ്ട് എത്തും. 8ാം ക്ലാസ് പോലും കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ രാജ്യാന്തര യാത്രകൾ നടത്തി സംരംഭകത്വത്തിൽ പങ്കുചേരുമ്പോൾ അവർ നാസയിലെ ശാസ്ത്രജ്ഞരെ പോലും അവിടെ കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ ശമ്പളം കൊടുത്തുകൊണ്ട് വിലക്കെടുത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് അവരുടെ സ്കില്ലാണ്. ഓരോരുത്തർക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല അത്. ചിലർക്ക് പഠിച്ച തൊഴിൽ നേടി എംപ്ലോയിയായി ശമ്പളം വാങ്ങാനേ പറ്റൂ. സംരംഭകത്വത്തിൻ്റെ, ബിസിനസ്സിൻ്റെ കാരകനായ ശുക്രൻ 8-ലായി പോയതുകൊണ്ട് സ്വയം സംരംഭകത്വത്തിന് ശ്രമിക്കാതെ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിൽ തൊഴിലെടുത്ത്, മികച്ച തൊഴിലെടുത്ത് ജീവിക്കുക തന്നെയാണ് അഭികാമ്യം. അത് ഈ കുട്ടിക്ക് കഴിയും. പിന്നെ 7ാം ഭാവത്തിൽ ഒരു ശനി ദിഗ്ബലത്തോട് നിൽക്കുകയാണെങ്കിലും ഒരു ശനി കുജ രവി ബന്ധം 7-ൽ വരുന്നത് നന്നല്ല എന്ന് പറയും. ശനി ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. 7ാം ഭാവപതി ഭാവാൽ 8-ലുമാണ്. അതുകൊണ്ട് തൊഴിലൊക്കെ നേടി ഭാവി കാലത്ത് ഒരു ജീവിത പങ്കാളിയെ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു ജീവിത പങ്കാളി വരണമല്ലോ. നമ്മൾ വ്യക്തിപരമായ ഒരു പുറം സൗന്ദര്യത്തിൻ്റെ ആകർഷകത്വത്തിൽ കിടന്ന് കുടുങ്ങാതെ വീട്ടുകാർ അന്വേഷിച്ച് തന്നാലും സ്വയം കണ്ടെത്തിയിരുന്നാലും പരസ്പരം വ്യക്തിത്വങ്ങൾ, ഞാൻ എൻ്റേതായ താല്പര്യം അംഗീകരിക്കുന്ന, ഇൻഡിപെൻഡൻ്റായി എന്നെ നിലനിർത്തുന്ന, എൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വമാണോ അതൊന്നും, അതുപോലെ തന്നെ തിരിച്ച് അയാളുടേതായ രീതികളും പ്രവർത്തനങ്ങളും പദ്ധതികളും ചിന്തകളും ഈ കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം, കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം മാത്രമേ ഒരു ബന്ധത്തിലേക്ക് തീർച്ചയായിട്ടും പ്രവേശിക്കാവൂ. കാരണം വിവാഹബന്ധം പലയിടങ്ങളിലും പലയിടത്തും ഒരു കുരുക്കാണ്. പരസ്പരം ഒരു പരിചയമില്ലാത്ത 2 പേർ തമ്മിൽ ഒറ്റ ദിവസം കൊണ്ടൊരു വീട്ടിൽ താമസിച്ചാലും നമ്മൾ എത്രത്തോളം പരിചയപ്പെട്ട് താമസിച്ചാലും ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് യഥാർത്ഥ ഇത് പുറത്ത് വരിക. എന്നാലും കുറച്ചെങ്കിലും പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന മനക്കാരകൻ എന്നാണ് പറയുന്നത്. ചന്ദ്രൻ ഇവിടെ 8ാം ഭാവപതിയാണ്. 8ാം ഭാവപതി മനോഭാവത്തിനൊരു ഭാവമുണ്ട്. 5ാം ഭാവം 5-ൽ നിൽക്കുന്നു. 8ഉം 5ഉം തമ്മിലുള്ള ബന്ധം ഒരു ദുർബലത, മനസ്സിലൊരു ദുർബലത, ചെറിയ സംഭവങ്ങൾ പോലും ഒന്ന് വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ പിതൃകാരകനായ രവി സ്വക്ഷേത്ര ബലവാനായി 9ാം ഭാവപതി 9-ൽ നിൽക്കുമ്പോൾ, ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ, പിതൃകാരകനായ രവി പിതാവിൻ്റെ ഭാവത്തെ സൂചിപ്പിക്കുന്ന 9ാം സെറ്റ് ആയതുകൊണ്ട് പിതാവുമായി ഒരു ആത്മീയ ബന്ധം എവിടെയായിരുന്നാലും ആ മനസ്സിൽ സൂക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രം ഉണ്ടാകും. ഭാഗ്യസ്ഥാനം ഈ സേഫാണ്. ഭാഗ്യസ്ഥാനമായ 9-ലേക്ക് തന്നെ ലഗ്നാധിപൻ പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒന്നും എളുപ്പത്തിൽ കിട്ടുകയില്ല എന്നും നമ്മളെ ആർക്കും സഹായിക്കാൻ പറ്റില്ലെന്നും
എൻ്റെ ജീവിതം ഞാനാണ് നേടിയെടുക്കേണ്ടതെന്നും ഒരു ബോധ്യം ഈ പ്രായത്തിൽ ആ മനോഭാവത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കുട്ടിയുടെ പിതാവ് എന്നോട് പറഞ്ഞത്, സാർ, അവളെപ്പറ്റി എനിക്ക് അത്യധികം ആകാംക്ഷയുണ്ട്, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി സേഫ്റ്റി ആകാനാണ് അങ്ങോട്ട് വെച്ചത്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എൻ്റെ കുഞ്ഞ്. അവിടെ റെസ്റ്റോറൻറ്റിൽ 4-5 മണിക്കൂർ പണിക്ക് അവസരം കൊടുക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനം. റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായി പോവുകയും അവിടുത്തെ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്തിട്ടാണ് പഠിക്കുക. അതിത്തിരി വേദനയോടുകൂടിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങോട്ടും അത് സന്തോഷമല്ലേ, കുട്ടികൾ ജോലി ചെയ്ത് ജീവിക്കുക, ഇതൊരു ഭാഗ്യമാണ്. ഇത്തരം അനുഭവ തലങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നു വരേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനോ നാളികേര കച്ചവടമാണ് പണി. അയൽ വീടുകളിൽ നിന്ന് നാളികേരം വാങ്ങി അത് എണ്ണയാക്കി പ്രോസസ്സാക്കി വിൽക്കുക. പക്ഷേ അതിന് ഒരുപാട് അധ്വാനം ആവശ്യമുള്ള സംഗതിയാണ്. നമ്മളെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കും മിക്കവാറും കൂലിക്കാരോടൊപ്പം ഇത് പൊതിച്ചെടുക്കാൻ പോവുക, തല ചുമടായി വീട്ടിൽ കൊണ്ടുവരിക. ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ എനിക്ക് രാവിലെ 2000 തേങ്ങയെങ്കിലും വെട്ടുകത്തി വെച്ച് ഉടച്ച് എറിഞ്ഞിട്ട് മാത്രമേ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ വിടുകയല്ല. ഈ ഡ്യൂട്ടി ചെയ്തില്ല ഇപ്പോൾ കൈയൊക്കെ പൊള്ളിയിരിക്കും, വെട്ടുകത്തി പിടിച്ച്. സ്കൂളിൽ കൈ പൊള്ളിയിരിക്കും, സ്കൂളിൽ പോകുമ്പോൾ താമസിക്കും, ഹാജരെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കും. ഈ താമസിച്ച് വന്നതിന് ഈ പൊള്ളിയിരിക്കുന്ന എൻ്റെ കൈകളിലേക്ക് 2 ചൂരൽ പ്രയോഗവും കൂടെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇത്തരം അനുഭവ തലങ്ങളിലൂടെ കടന്നു വന്ന ഒരുത്തൻ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏതനുഭവ തലങ്ങളിലൂടെ കടന്നു പോയാലും ഇതൊക്കെ, ഈ അനുഭവ തലങ്ങൾ ഒരു ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രണയിക്കണം. ഇനി ഞാൻ ഒരു സംഭവം, ഇതിൻ്റെ ഇത് കഴിഞ്ഞു, ഞാൻ അതിലോട്ട് വരാം, പ്രണയത്തിലോട്ട് വരാം. നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ നല്ലതും പൊല്ലാത്തതുമായ കാലം കൂടെ ഒന്ന് അന്വേഷിക്കാം. അത് ശനിയുടെയും ഗുരുവിൻ്റെയും സഞ്ചാരം കൊണ്ട് മാത്രമേ ഞാൻ കണക്കാക്കാൻ പറ്റൂ. ബാക്കി 1 മാസം കൊണ്ട് കറങ്ങിത്തിരിയുന്നതായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ 10ലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ശനി. 10ാം ഭാവപതി ശനി 10ലൂടെ സഞ്ചരിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണെങ്കിലും 10ൽ ചാരവശാൽ സഞ്ചരിക്കുന്നത് പന്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലൂടെ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഗ്നത്തിലൂടെയുള്ള ഗുരുവിൻ്റെ സഞ്ചാരവും നന്നല്ല. ലഗ്നരാശിയിൽ ഗുരു നിൽക്കുന്നത് ജാതകത്തിൽ നല്ലതാണ്. പക്ഷേ ഒരു 8 മാസം കൂടെ ഈ സഞ്ചാരപഥം ഇങ്ങനെ ഉണ്ടാകും. ബുദ്ധിമുട്ടേറിയ 2 ഗ്രഹങ്ങളും ബുദ്ധിമുട്ടേറിയ ഒരു സംഭവ വികാസത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് കടന്നു പോവുക. അടുത്ത് ഒരു 8 മാസം കഴിയുമ്പോൾ ഗുരു 2ലേക്ക് വരികയും ശനി 11ലേക്ക് വരികയും ചെയ്യുമ്പോൾ 2 ഗ്രഹങ്ങളും അനുകൂലമായ സംഗതികൾ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യും. പുതിയ എന്തെങ്കിലും സൂത്രങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ട് തൽക്കാലം ഒരു 8 മാസം ഇതുപോലെ പോവുക. പിന്നെ അനുകൂലമായ കാലഘട്ടം നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുമ്പോൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇദ്ദേഹത്തിൻ്റെ 6ലൂടെയാണ്, ഭാര്യയുടെ 6ലൂടെയാണ് ശനി സഞ്ചരിക്കുക. 6ലൂടെയുള്ള ശനി സഞ്ചാരം നല്ലതാണ്. ഇവരുടെ 9ലൂടെയാണ് ഗുരു സഞ്ചരിക്കുക, നല്ലതാണ്. അപ്പോൾ ഒരാളിന് പരിപൂർണമായും കൊല്ലാത്ത കാലം വന്നപ്പോൾ ജീവിത പങ്കാളിക്ക് നല്ല രീതിയിലാണ് ഈ 2 ഗ്രഹങ്ങളും സഞ്ചരിക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും എന്ന് പറഞ്ഞാൽ ജാതകം പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 7 സേഫ്റ്റിയെങ്കിൽ ഇവിടെ 7 കുളമായി കിടക്കുന്നു. പക്ഷേ അത് യോജിച്ചു പോകുന്നു. ഇപ്പോൾ ഒരാളിന് കൊല്ലാത്ത കാലവും ഒരാളിന് നല്ല കാലം, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇനി ഈ കുട്ടിക്ക് ശനി 3ലൂടെ സഞ്ചരിക്കുന്നു. 3ലൂടെയുള്ള ശനി സഞ്ചാരം നല്ലതാണ്. 6ലൂടെയുള്ള ഗുരുവിൻ്റെ സഞ്ചാരം അത്ര പന്തിയല്ലെങ്കിലും അടുത്ത 7ലേക്ക് വരുമ്പോൾ നല്ലതാണ്.
എൻ്റെ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ സ്വന്തം പ്രവർത്തന പദ്ധതികൾക്ക് ധൈര്യത്തോടുകൂടി രൂപം കൊടുക്കുക. ഇനി ഈ വിഷയം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പലപ്പോഴും അധിക്ഷേപത്തോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി കാണുന്നൊരു സംവിധാനമാണ് പ്രണയം. അത് പ്രണയം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ആണ് അത് തോന്നുക. ഞാൻ ഈ തൊലി വെളുപ്പ് കണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ള രീതിയിൽ പ്രണയിക്കുന്നതിനെ പറ്റി അല്ല പറയുക. സൗന്ദര്യത്തിൻ്റെ പ്രണയം സൗന്ദര്യം തീരുമ്പോൾ പോകും. അതല്ലല്ലോ. ഞാനും പ്രണയിച്ചിട്ടുള്ള ഒരാളാണ്. പ്രണയിച്ച ആളിനെ അല്ല വിവാഹം കഴിക്കേണ്ടി വന്നതെങ്കിലും ആ പ്രണയം എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് വരെ ബോയ്സ് ഹൈ സ്കൂളിൽ പഠിച്ചിരുന്ന എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോടല്ലാതെ വീട്, സ്കൂളിലെ ഏറ്റവും തൊട്ടടുത്ത കൂട്ടുകാർ, ഇതിനപ്പുറം മറ്റുള്ളവരോട് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്കൊരു ലജ്ജയായിരുന്നു, ഒരു അന്തർമുഖത്വം. ഞാൻ തൊട്ടടുത്ത ബന്ധുവിൻ്റെ കല്യാണ വീട്ടിൽ പോലും പോകില്ല, ആൾക്കൂട്ടത്തെ ഭയന്നു. അങ്ങനെ എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത്. ആ പ്രണയം എൻ്റെ ജീവിതത്തെ ആകെ, എൻ്റെ ഈ അന്തർമുഖത്വത്തിൻ്റെ ഈ പുറന്തോട് അവൾ മൊത്തത്തിൽ പറിച്ചെറിഞ്ഞു. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടത്, ഈ ലോകത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അതായത് വീട് സ്കൂള് എന്നുള്ള അന്തരീക്ഷത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് കട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും യാത്രകൾ ചെയ്യാൻ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്താനും അതിൻ്റെ കാര്യങ്ങൾ, യാത്രകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പഠിപ്പിച്ചു തന്ന ഒരു പെൺകുട്ടി. പത്മനാഭപുരം കൊട്ടാരത്തിൽ ആദ്യമായിട്ട് പോവുകയാണ് അവളുമായി, തമിഴ്നാട്ടിൽ. അവിടെ ഒരു ചിത്രവധക്കൂട് എന്ന് പറഞ്ഞൊരു കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് കൂട്. അതിൻ്റെ കഥ, അവൾ ഇത്തിരി അസാധ്യ വായനയും വിവരമുള്ളവളുമാണ്. ഈ കൂട് എന്താണെന്നറിയാമോ? ഇല്ല. ഈ കൂട്ടിനകത്താണ്, ഈ ഇരുമ്പ് കൂട്ടിനകത്ത് ആൾ രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആൾ കയറ്റുകയും എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്ത ആളിനെ കയറ്റുകയും രാജാവ് ഭടന്മാരെ കൊണ്ട് ഉയരമുള്ള വൃക്ഷത്തിൽ കെട്ടിത്തൂക്കുകയും ചെയ്യും. 2 or 3 ദിവസങ്ങൾ അവിടെ കിടന്ന് കൈകാലുകൾ അനക്കാൻ നിവൃത്തിയില്ലാതെ, വെള്ളം കിട്ടാതെ, എറുമ്പുകളുടെ കടിയേറ്റ് വല്ലാതെ വേദനിച്ച് അയാൾ മരിച്ചു പോവുകയും ചെയ്യും. അതൊന്ന് ഇമാജിനേഷൻ ചെയ്യാമോ വിജയന്? വിജയനെയാണ് രാജാവ് അങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കൂ. കണ്ണുകളടച്ച് ഞാൻ അത് ഇമാജിനേഷൻ ചെയ്തപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് വന്നു കയറുന്നു. അവളെൻ്റെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് യാത്രകളിൽ അനുഭവങ്ങൾ ശേഖരിക്കേണ്ടത്. അവിടെ കഠാര വച്ചിരിക്കുന്ന, വാളുകൾ തൂക്കിയിട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോയപ്പോൾ ഈ കഠാര കൊണ്ടും വാളുകൊണ്ടും എത്ര പേരുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക. എനിക്ക് യാത്ര ചെയ്യേണ്ടതിൻ്റെ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതിൻ്റെ അനുഭവങ്ങൾ പകർന്നു നൽകുകയായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന ആ കുട്ടി, എനിക്ക് ഇംഗ്ലീഷിൻ്റെ ABCD അറിയില്ല. കടപ്പുറത്തൊക്കെ വച്ച് മണിക്കൂറുകളോളം എനിക്ക് ട്യൂഷൻ എടുത്തു തരുമായിരുന്നു ഇംഗ്ലീഷിൻ്റെ. ഒരു പക്ഷേ നിങ്ങളോട് യൂട്യൂബിലൂടെ ഈ സംസാരിക്കുന്ന ഒരു വിജയനിലേക്കുള്ളൊരു പരിവർത്തനം അന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രണയം ജീവിതകാലം മുഴുക്കെയും മുന്നോട്ട് പോയില്ലെങ്കിലും ആ പ്രണയം നന്നായിരുന്നു എന്ന് തന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും എൻ്റെ ധാരണ. പ്രണയത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്.
പക്ഷേ പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ, നമ്മെ ആകെ വശം കെടുത്താൻ ചില യൂട്യൂബേഴ്സ് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. നോക്കൂ, ഈയിടക്ക് ഒരു സീരിയൽ നടൻ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു 45 വയസ്സുകാരനും ഒരു സീരിയൽ നടിയുമായി രണ്ടാം വിവാഹം കഴിക്കുകയും അവർ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരുടെ യാത്രകൾ, ഭക്ഷണങ്ങൾ, അവരുടെ പ്രേമപരമായ സംഗതികൾ, ഈ പരസ്പരം ശരീരം കൊണ്ടുള്ള സ്പർശനങ്ങൾ, ഇതൊക്കെ കാണിച്ച്, ഇതൊക്കെ റീൽസുകളായിട്ടിട്ട് ഇതാണ് ജീവിതത്തിലെ ദാമ്പത്യ ബന്ധം എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇല്ല, ഇതല്ല ദാമ്പത്യം. പരസ്പരം തൊട്ടും കളിച്ചും ഉല്ലസിച്ചും നടക്കുന്നതല്ല ദാമ്പത്യം. അതുപോലെ തന്നെ അങ്ങനെയാണ് പേളി മാണി എന്ന് പറഞ്ഞൊരു സിനിമാ നടി അവിടെ ഭർത്താവും മക്കളുമായിട്ടുള്ള ഈ എല്ലാം ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇതാ ജീവിതം എന്ന അവർ കാണിച്ചു കൊടുക്കുകയാണ്. ഈ പാവപ്പെട്ടവരെല്ലാം ഇത് കണ്ട് ഇതാണ് ദാമ്പത്യം അല്ലെങ്കിൽ ഇതാണ് പ്രേമം എന്ന കുഴപ്പത്തിലാവുന്നു. ഇനി നമ്മൾ കുഞ്ഞുങ്ങളോട് ആരും പറയാത്ത മറ്റൊരു കാര്യമാണ്, നമുക്കത് പറയേണ്ടി വരും. ഇനി സ്കൂൾ തലത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സെക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട അത്ര അത്യാവശ്യമില്ല. കാരണം അന്ന് ഇൻ്റർനെറ്റോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കാലത്ത് സെക്സ് വിദ്യാഭ്യാസം നടത്തേണ്ട കാര്യമില്ല. എന്നാലും പുരാതന കാലത്തെ ആചാര്യന്മാർ അതിനുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. മഹർഷിമാർ എഴുതിയതാണ് കാമസൂത്ര എന്ന ഗ്രന്ഥമൊക്കെ. പക്ഷേ പിൽക്കാലത്ത് അത് മൗനത്തിലായിരുന്നു. പക്ഷേ ഈ എല്ലാം കൈകളിലേക്ക് എല്ലാ അറിവുകളും തരുന്നുവെന്ന, നമുക്ക് ഇൻ്റർനെറ്റും ഗൂഗിളും ഒക്കെ എല്ലാ അറിവും തരുന്നു എന്നാ പറയുക. പക്ഷേ ചില അറിവുകൾ തെറ്റിദ്ധരിപ്പിച്ച് വളച്ച് കെട്ടിയിട്ടാണ് അവർ നമുക്കായി പ്രദാനം ചെയ്യുക. ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള, അല്ല കോടിക്കണക്കിന് രൂപ മാറി മറിയുന്ന ഒരു വ്യവസായ സാമ്രാജ്യമാണ് ഫോൺ വീഡിയോ രംഗം. ഈ ഫോൺ വീഡിയോയിലെ അഭിനേതാക്കളായി വരുന്നവർ പ്ലാസ്റ്റിക് സർജറിയും ചെയ്തും തൊലി മിനുക്കിയും അവർ അഭിനയിക്കുക. ഇതാണ് സെക്സ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അവർ ഈ സങ്കല്പവും വച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ നിരാശരാകും. യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അവർ നിരാശരാകും. അതുകൊണ്ട് ഈ ഫോൺ വീഡിയോകളിലോട്ടുള്ള സെർച്ച് ചിലപ്പോൾ പോകാം, ആണായാലും പെണ്ണായാലും പോകും. അവരെ കാര്യം പറഞ്ഞ് മാതാപിതാക്കൾ മനസ്സിലാക്കുക. നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ഏറ്റവും അപകടകരമായ ഒരു സംവിധാനമാണ്. അതാണ് ഞാനിത് തുറന്നു പറയാൻ കാരണം. അപ്പോൾ 20 വയസ്സുകാരിയായ ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ ജീവിതത്തിനും വൈവാഹിക ജീവിതത്തിനും ജീവിത വിശുദ്ധികൾക്കും വേണ്ടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഫിലോസഫിക്കലായതും വാസ്തുവും ജ്യോതിഷവും ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അറിവിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് അല്പമെങ്കിലും പ്രവേശിക്കാം. നന്ദി, നമസ്കാരം.